30 points to students, 30 points സ്റ്റുഡൻസിന്, 20 points to parents and teachers. എൻ്റെ ഒരു ബ്ലോഗ് ഉണ്ട്, അത് വായിച്ചു നോക്കിയാൽ. ഓക്കെ, നിങ്ങളൊക്കെ മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നുണ്ടാവുക? +2. +2ൽ +1 എല്ലാ വിഷയത്തിലും തോറ്റാളായിരിക്കുന്നത്. 8ാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ് ഏറ്റവും മോശം കുട്ടിയായിട്ട്. 27 കുട്ടികളിൽ 27ാമത്തെ റാങ്ക് സ്ഥിരം. ഒരാൾക്കും എന്നെ തോപ്പിക്കാൻ പറ്റില്ല. പലരും ശ്രമിച്ചു നോക്കി, ഞാൻ വിട്ടുകൊടുത്തിട്ടേ ഇല്ല എൻ്റെ റാങ്ക്. ടാഗോർ വിദ്യാനികേതൻ, തളിപ്പറമ്പാണ്. ഹിന്ദുവിൽ ന്യൂസ് വന്നിട്ടുണ്ട്. കാരണം തോറ്റതുകൊണ്ടല്ല ന്യൂസ് വന്നത്, അത് കഴിഞ്ഞൊരു 20 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ ഗസ്റ്റായിട്ട് വിളിച്ചു. +1 +2 കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ. പൂർവ്വ വിദ്യാർത്ഥി ഒന്നുമല്ല, അങ്ങനെ ഞാൻ പോകാറില്ല. ഞാൻ അപൂർവ വിദ്യാർത്ഥിയാണ്. പൂർവ്വ വിദ്യാർത്ഥി ഒന്നല്ല അവിടുത്തെ. കാരണം അവിടുന്ന് പുറത്താക്കിയതിൽ ഒരു കുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ഒരു വലിയൊരു ബോർഡുണ്ട്. 76ലാണ് ബാച്ച് തുടങ്ങിയത്. 76 ബാച്ച്, 27 സ്റ്റുഡൻസ്. ഫസ്റ്റ് ക്ലാസ്, അന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്, 27 സ്റ്റുഡൻസ്. 77 ബാച്ച്, 27 സ്റ്റുഡൻസ്, 27. പിന്നെ 78ൽ ഞാൻ ഇരുന്നെങ്കിൽ 27, 26 അടിക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് എന്നെ പുറത്താക്കി. അതുകൊണ്ട് അവർക്ക് 26 എഴുതാൻ പറ്റി. 27 കുട്ടികൾ 26 കുറച്ചത് ഞാനാണ്. ആ ബോർഡ് മാറ്റിച്ചു ഞാൻ അവിടുത്തെ. അവർ പറഞ്ഞത് കറക്റ്റാണ് മാഷന്മാർ. എനിക്ക് പിന്നെ ഫസ്റ്റ് ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല 10ാം ക്ലാസ്സിൽ. അതുകൊണ്ട് ഒരു കുട്ടി ചെറുപ്പത്തിൽ പഠിക്കുന്നില്ല എന്നുള്ളതിന് കാരണം ഒന്ന് അവരുടെ തള്ളയും തള്ളയും. എൻ്റെ അച്ഛൻ എനിക്കുണ്ടായിരുന്നില്ല. 4 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു. എൻ്റെ അമ്മ 3ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. ഇതുവരെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. പശുവിനെ കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെല്ലാ പണിയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ചമ്മന്തി അരക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കുക്കിംഗ് പണിയും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പഠനം എന്നുള്ള ഞങ്ങളുടെ വിഷയമേ അല്ല. പക്ഷേ എൻ്റെ ബ്രദേഴ്സൊക്കെ ഹൈലി ക്വാളിഫൈഡ്, നിർബന്ധിച്ച് പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷെ എൻ്റെ ഇഷ്ടം അടുക്കളപ്പണിയായിരുന്നു, ഇതായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാണ്ടിരുന്നത്. പക്ഷെ ഒരു സമയത്ത് എനിക്ക് തോന്നി പഠിക്കണമെന്ന്. അത് കഴിഞ്ഞപ്പോൾ BScക്ക് 5th റാങ്ക് ഇൻ ദ യൂണിവേഴ്സിറ്റി, ഹോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അന്ന് ഇരിങ്ങാലക്കുട, തൃശ്ശൂർ വരെയൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്, കാസർഗോഡ് മുതൽ. ഇത്രയും കോളേജുകളിൽ ഞാൻ 5ാമത്തെ റാങ്കാണ്. MScക്ക് 2nd റാങ്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ്. MPhilന് 1st റാങ്ക്. MPhilലും PhDയും കൂടി 3 കൊല്ലം കൊണ്ട് മാത്തമാറ്റിക്സിൽ. അതിന് കുറേ പഠിച്ചു. ഇന്ന് ഏത് വിഷയവും പഠിക്കാനില്ല. ഞാൻ പഠിപ്പിച്ച വിഷയമാണ് എക്കണോമിക്സ്. നിങ്ങൾ ഓരോരാളുടെ വിഷയം പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടാക്കി കൊടുക്കുകയും ആ താല്പര്യത്തിന് കാരണം കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ അവർ പഠിച്ചോളൂ. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും പഠിക്കില്ല. നിങ്ങൾ ദോശ ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇവിടെ അല്ല ചട്ടവും വെക്കണ്ട, അവിടുത്തെ ചട്ടവും വെക്കണ്ട, ഇവിടെ വെക്കരുത്, അവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമല്ലോ അല്ലേ? ഈ പഠിക്കുന്നവരുടെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് അവർക്ക് ദേഷ്യം വരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോ, വേണമെങ്കിൽ പഠിക്കണ്ട, ബസ് തീർന്നു കഥ. പിന്നെ രണ്ടാമത് കേൾക്കുന്നത് പഠിച്ചിട്ട് എന്താ കാര്യം, ഇടക്കിടയ്ക്ക് വീട്ടിൽ പറയും ഇല്ലേ? ആണോ അല്ലയോ? അങ്ങോട്ട് ഇങ്ങോട്ട് പറയാറില്ലേ? അത് കേൾക്കുമ്പോൾ മക്കൾക്ക് തോന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല. ഭാഗ്യത്തിന് ഞാനത് കേൾക്കേണ്ടി വന്നില്ല. കാരണം എന്താ? അമ്മ പഠിച്ചിട്ടില്ല, അമ്മയോട് ആരും പറഞ്ഞിട്ടുമില്ല എന്താ പഠിച്ചിട്ട് കാര്യം, പഠിക്കാത്തതുകൊണ്ട്. പക്ഷെ അമ്മ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ അമ്മ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇന്നെന്താ പഠിച്ച മോനെന്ന് ചോദിക്കും. നമുക്ക് അധികം വിവരമൊന്നുമില്ലല്ലോ, ഇന്ന ചാപ്റ്റർ ഒന്നൊന്നും പറയരുത്, അത് ബൈഹാർട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ചെറുപ്പത്തിലൊക്കെ ബൈഹാർട്ട് പഠിക്കാനുള്ള കഴിവ്, മെമ്മറൈസ് ചെയ്യാനുള്ള ക്ലാക്ക് ക്ലാക്ക് ക്ലിക്ക് ക്ലിക്ക് കുക്കു, എവിടെ നിന്നാണ് ഈ ശബ്ദം, സുരേഷ് തുരിഞ്ഞു നോക്കി, അതാ മറ്റത്രമേന, ഇങ്ങനെ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ തന്നെ ഷേക്സ്പിയറും ഒക്കെ ബൈഹാർട്ടാണ്. കവിതകളൊക്കെ ബൈഹാർട്ടാണ്. മാഷ് ക്ലാസ് എടുക്കാൻ വരുമ്പോഴത്തേക്കും ആ കവിത ഫുൾ ബൈഹാർട്ടായിരിക്കും. അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാം ബൈഹാർട്ട് പഠിക്കുമായിരുന്നു. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നല്ലോണം ബൈഹാർട്ട് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നല്ലപോലെ മനസ്സിലിങ്ങനെ പഠിക്കണം. അതെങ്ങനെയാണ് പഠിച്ചത്? എൻ്റെ നാട് നല്ല നാടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നടുവിൽ നിന്ന് കേട്ടിട്ടുണ്ടോ നാട്? ഉണ്ട്, അങ്ങനെ ഒരു നാടുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? അത് നരനായിങ്ങനെ ഉറക്കപ്പാട്. ആ നടുവിലാണ്, എൻ്റെ നടുവിൽ. ഓക്കെ, എൻ്റെ ധാരണ നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകാവാരിധി നടുവിൽ നിന്ന് ഞാൻ ചൊല്ലുമ്പോൾ രാമപുരത്തുകാരെങ്ങനെ ചൊല്ലും?
നരകാവാരിധി രാമപുരത്ത് ഞാൻ എന്ന് ചൊല്ലുന്ന എൻ്റെ ധാരണ. അതുകൊണ്ട് കൃത്യമായിട്ട് ഭക്തിയോടുകൂടി ചൊല്ലിയിട്ടുള്ള ആളാണ്, വിവരമില്ലാത്തതുകൊണ്ട്. ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല, മനസ്സിലങ്ങോട്ട് തോന്നി ആ നരകാവാരിധി നടുവിൽ ഞാൻ. അടുത്ത ശ്ലോകം അതിനേക്കാളൊന്നുമില്ല. എന്താണ്? ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണം. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ ആ നരകത്തിൽ നിന്ന് കരകയറാൻ. എന്ത്? നല്ലോണം പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ മാഷായിട്ടുണ്ടാവും. ഏറ്റവും എളുപ്പം കിട്ടാൻ പറ്റിയ പണി എന്താ? മാഷ പണിയല്ലേ. ഞങ്ങൾക്ക് സ്കൂളുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ സ്കൂൾ ഞങ്ങളതാണ്. അപ്പോൾ അവിടെ തന്നെ മാഷാവുമായിരുന്നു ഞാൻ. പക്ഷെ അതിന് പകരം പുറത്തു പോകേണ്ടി വന്നു. അപ്പം നല്ലപോലെ പഠിക്കണം. അത് മക്കളിലേക്ക് ആ ധാരണ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യരുത്, പഠിക്കരുത് എന്ന് പറയുന്നത്. എല്ലാ പണിയും ചെയ്യിപ്പിച്ചിട്ട് പഠിക്കണം. എന്തൊക്കെ പണി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ബാക്കി സമയത്ത് പഠിച്ചാൽ മതി. കംപ്ലീറ്റ് പഠിച്ചിട്ട് വേറെ ഒരു പണിയും ചെയ്യാണ്ട് മക്കളെ വളർത്തിയാൽ അവരൊന്നിനും കൊള്ളാണ്ടാവും. അല്ലെങ്കിൽ ബാക്കി പണിക്കെങ്കിലും പറ്റും. മോനെ പഠിക്കൊന്നും വേണ്ട, നീ മുറ്റടിക്കാൻ പറ. അമ്മ ഞാൻ പഠിച്ചോളാം പറയോ ഇല്ലയോ? ഇല്ലേ? മോൻ പഠിക്കണ്ട മോളെ, ആ പാത്രം ഫുള്ളൊന്ന് കഴുകി വെക്ക്. അത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത പണി തരാം. ആ പഞ്ചാബി ഹൗസിലില്ലേ, അടുത്ത പണി തരാം. എല്ലാ ഡ്രസ്സും നീ വാഷ് ചെയ്യുക. വാഷിംഗ് മെഷീൻ അല്ലല്ലോ അവിടെ കുത്തിത്തിരുമ്പ്. നാളെ മുതൽ പറയും ഞാൻ മാത്സ് പഠിച്ചോളാം, ഫിസിക്സ് പഠിച്ചോളാം, ഇതാണ് നല്ലതെന്ന് പറയും. പറയോ ഇല്ലയോ? പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പണി ചെയ്യണം, പഠിച്ചാൽ വേറെ പണി ചെയ്യാം, പണി ചെയ്യിപ്പിക്കാൻ പറ്റും പറയും. നമ്മളവരെ പാമ്പർ ചെയ്യുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? അധികം പാമ്പർ ചെയ്യുമ്പോഴാണ്. നമ്മളിപ്പോൾ പല ഹോട്ടലിൽ താമസിക്കുമ്പോൾ കാണാം ഇന്ത്യൻ കുട്ടികൾ, എത്ര റിച്ച് ആയിട്ടുള്ള ഒരു നല്ല 5 സ്റ്റാർ ഹോട്ടലിലൊക്കെയാണ് ഞാൻ താമസിക്കാറ്. ഇടയ്ക്കുള്ള ഇന്ത്യൻ കുട്ടികളെ കണ്ടാൽ കഴിക്കുമ്പോൾ ഭക്ഷണം ഫുൾ സ്പ്രെഡ് ആയിരിക്കും. ഇന്നലെ ഒരു അമേരിക്കൻ കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്ത്. നേരെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അമേരിക്കയിലെ കുട്ടികൾ കരയാറില്ല, അറിയോ? യൂറോപ്പിലും കരയാറേ ഇല്ല, ഇന്ത്യയിൽ മാത്രം. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ കരയുക. അതിൽ ഏറ്റവും കൂടുതൽ കരയുന്ന കുട്ടികൾ ഇന്ത്യയിലാണ്. എന്താ കാരണം വെച്ചാൽ അമ്മക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ടാണ്. ഇപ്പം ഇതേപോലെ ക്ലാസ്സിന്, ഇതേപോലെയല്ല, ഒരു 10, 400, 500 പേർക്ക് ക്ലാസ് എടുക്കാൻ ഗാസിയാബാദിൽ അന്ന് ക്ലാസ് അല്ല, ആധ്യാത്മിക പ്രഭാഷണമാണ്. അപ്പോൾ ഒരു കുട്ടി, അമ്മയും കുട്ടിയും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി ഇങ്ങനെ ഓടുക, അമ്മ അതിൻ്റെ പിന്നാലെ ഓടുക, പിടിച്ചുകൊണ്ടിരുത്തി. പിന്നെയും ഓടും ഈ ഭാഗത്ത്, അവിടെയും കൊണ്ടിരുത്തി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓടിയാൽ. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താരും ചെയ്താലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ ശ്രദ്ധ അവിടെയൊന്നും അല്ല, ഞാൻ പറയുന്ന കാര്യത്തിലേ ശ്രദ്ധിക്കാറുള്ളൂ. കുറേ കഴിഞ്ഞ സമയത്ത് എല്ലാവരും ആ ഓടുന്ന ആളെ നോക്കാൻ തുടങ്ങി, ബാക്കി എല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞു കുട്ടികൾ കളിക്കുന്ന കാണാൻ നല്ല സുഖം, പക്ഷേ അമ്മ കളിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. മുഖത്ത് അട്ടി കിട്ടിയ പോലെ ആയി അമ്മക്ക്. എന്ത് ചെയ്തു? അമ്മ അവിടെ ഒന്ന് മിണ്ടാണ്ടിരുന്നു. കുട്ടി അവിടെ വരെ പോയി തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു, മിണ്ടാണ്ട് അവിടെ പോയിട്ട് അതേപോലെ. ഞാൻ ഇപ്പം പഠിച്ചോ കുട്ടികളെ എങ്ങനെ ഇരുത്തണമെന്ന്. എന്ത് ചെയ്യണം? പിന്നാലെ ഓടാണ്ടിരുന്നാൽ കുട്ടികൾ തിരിച്ചു വന്നിരിക്കും. ആർട്ട് ഓഫ് പാരന്റിങ്, മക്കളെ എങ്ങനെ നോക്കണം, കുറേ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്.